ഈ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുടെ ഒരു മറുവശം ചോദിക്കുകയാണ്. നമ്മളൊരു നല്ല ഇന്ത്യക്കാർ, മീൻസ് ഇന്ത്യയോട് കൂറുള്ള രണ്ടുപേരെന്ന നിലയിൽ രണ്ട് ഇന്ത്യക്കാർ തമ്മിൽ നമ്മളെ തന്നെ ആത്മഹാസത്തോടെ വിമർശിക്കുന്ന ഒരു ചോദ്യമാണത്. ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് പറയാം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ വിയോജിപ്പ്, വലിയ സന്ദേഹം തോന്നിയ, നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവാം, എങ്കിലും ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നു 2021. അന്നു മുതൽ ആ രാജ്യത്തെ കടുത്ത വെറുപ്പോടും അറപ്പോടും കൂടി ലോകരാജ്യങ്ങൾ മാറ്റി നിർത്തി. ഈ ജിയോ പൊളിറ്റിക്സിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2024 എൻ്റെ ഓർമ്മ, റഷ്യ ആദ്യമായിട്ട് അവരെ അംഗീകരിച്ചു, ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് റഷ്യ അവർക്ക് എംബസി കൊടുത്തു. റഷ്യയാണ് ആദ്യം അവരെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത്. റഷ്യയുമായി പുതിയ ജിയോ പൊളിറ്റിക്കൽ റിലേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അവരെ അംഗീകരിച്ചു. നമ്മൾ ഇവിടെ എംബസി തുറന്നു, അവിടെ എംബസി തുറന്നു, റിലേഷൻ ഉണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് ജീവകാരുണ്യപരമായി നമ്മൾ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, അവിടെ അണക്കെട്ടുണ്ടാക്കി കൊടുക്കാൻ, ആശുപത്രികൾ ഉണ്ടാക്കാൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വരെ നമ്മൾ കരാറാക്കി. മുത്തക്കി വന്നല്ലോ ഇവിടെ, താലിബാൻ്റെ വിദേശകാര്യമന്ത്രി. പക്ഷെ താലിബാൻ്റെ വിദേശകാര്യമന്ത്രി വന്ന ദിവസം തന്നെ ഒരു വിവാദം ഉണ്ടായി, സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ലേഡി റിപ്പോർട്ടേഴ്സ് വേണ്ട എന്ന് വെച്ചു. പക്ഷെ പെട്ടെന്ന് ഉണർന്നു, ഇത് ഇന്ത്യയാണെന്ന് ഗവൺമെൻറ് ബോധിപ്പിച്ചിട്ടുണ്ടാവും. പിറ്റേന്ന് അദ്ദേഹം അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് പോയത്, ഓർമ്മയില്ലേ? ഇത് അതിൻ്റെ ഒരു ജനിതകമല്ലേ സർ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ എന്ത് സ്ട്രാറ്റജിയുടെയും ഡിപ്ലോമസിയുടെയും പേരിലായാലും പാകിസ്ഥാൻ നട്ട് നനച്ച് വളർത്തുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് വരുമ്പോൾ അവരെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്നൊക്കെ പറയുന്ന പ്രായോഗിക സിദ്ധാന്തം എനിക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെയാണെങ്കിലും താലിബാൻ കൊണ്ട് ജയ്ഷെ മുഹമ്മദിനെ അടിക്കുമ്പോൾ അതൊരു വൃത്തികെട്ട വടിയായി തീരും. ആ ആശങ്ക എൻ്റെ ഉള്ളിലുണ്ട്. സാറ് എങ്ങനെയാണ് ആ കൺസേൺ പങ്കിടുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ഒരു എത്തിക്കൽ വിഷയമുണ്ട്, ഒരു മൊറാലിറ്റിയുടെ വിഷയം. ആ മൊറാലിറ്റിയുടെ വിഷയത്തിനകത്ത് നമുക്ക് കോൺട്രഡിക്ഷൻ വരാത്ത രീതിയിൽ പ്രായോഗികമായിട്ട് സമീപനങ്ങൾ എടുക്കുക, കാലാനുസൃതമായിട്ടുള്ള. ഇപ്പോഴത്തെ കാലത്തിന് എങ്ങനെയാണ് യോജിച്ചത്, ഇതാണല്ലോ അല്ലെങ്കിൽ ഇത് രണ്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും. അപ്പോൾ ഈ എത്തിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ താലിബാന്റെ ഒരു നടപടിയോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാര്യം മനുഷ്യത്വരഹിതമാണ്, മനുഷ്യത്വരഹിതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് നമ്മൾ ചേരുക എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അവിടെയാണ് നമ്മൾ എത്തിക്കൽ ഇഷ്യൂ വരുന്നത്. ആ എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്ന സംഗതി, ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ ഏത് എത്തിക്കൽ വിഷയിലേക്കും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കാവുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ട്. ആ സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയിലൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എത്തിക്കൽ വിഷയം നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, പ്രായോഗിക വിഷയം ക്ലാരിറ്റി ഉണ്ടാവും. എത്തിക്കൽ വിഷയം എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഗാന്ധിജി 2 ലെറ്റേഴ്സ് അഡോൾഫ് ഹിറ്റ്ലർക്ക് എഴുതി. ഹിറ്റ്ലറിനെ എഴുതിയിരിക്കുന്ന ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം വലിഞ്ഞു പോകും. ആ ഹിറ്റ്ലറിൻ്റെ അഡോസിറ്റിയെ, അയാളുടെ ആ ഊർജ്ജസ്വലതയെയും ബാക്കിയുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് സാർ. അതായത് ലോകത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു നീചനായ മനുഷ്യനുണ്ടായിട്ടില്ല എന്നുള്ള ആ വസ്തുത മുന്നിലിരിക്കെ പ്രയോജനം ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ടും ലോകത്തിൻ്റെ സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് ഗാന്ധിജി 2 കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്തിനകത്ത് ഹിറ്റ്ലറിൽ ഒരു മാറ്റം വരുത്താനാണ് ഗാന്ധിജി ശ്രമിക്കുന്നത്. മനപരിവർത്തനം വരുത്തുക, ശത്രുവിൽ മനപരിവർത്തനം വരുത്താനാണ് ശ്രമിക്കുന്നത്. അത് ഇന്ത്യൻനെസ് കൂടിയാണ് അല്ലേ, നമ്മുടെ ഭാരതീയ സംസ്കാരം. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയാണ് ഗാന്ധിജി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സാധനം. അപ്പോൾ അവിടെ ഹിറ്റ്ലറെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനതയാണ് സഹിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ശത്രുവിൽ ഒരു നല്ല ഗുണപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ നമ്മളുടെ സാന്നിധ്യം സഹായിക്കുന്നു എങ്കിൽ നമുക്ക് ഇടപെടാം എന്നുള്ളതാണ് അതിൻ്റെ എത്തിക്കൽ ഗ്രൗണ്ട്. യെസ്, ഞാൻ അതിനെ നെഹ്റുവിനെ കൂടി ചേർത്ത് പറയുന്നു സാർ. അതിനോട് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തോന്നിയൊരു കാര്യം ഓർമ്മ വന്നതാണ്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. നെഹ്റു പറയുന്ന കാര്യം, ലോകത്തിലെ എല്ലാ ഭീകരവാദിയും എല്ലാ വർഗീയവാദിയും അമ്മമാരുടെ മക്കളാണ്. ഇദ്ദേഹം അങ്ങനെയാണല്ലോ, ഗ്ലോബൽ പേഴ്സണാലിറ്റിയുടെ ഈ സിറ്റിസൺഷിപ്പിൻ്റെ ആളാണല്ലോ. അവരെ എന്താണ് ചെയ്യേണ്ടത്? അവരെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യണമോ അതോ ചേർത്ത് പിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമോ? ആ ചോദ്യം എനിക്ക് തോന്നുന്നു ഒരു ഗാന്ധിയൻ മൂല്യത്തിൻ്റെ തുടർച്ച തന്നെയാണത്. അങ്ങനെയാണ് അദ്ദേഹം എല്ലാ വർഗീയവാദികളോടും ലോകത്തിലെ എല്ലാ ഭീകരവാദികളോടും ഒക്കെ ഒരുപോലെ പെരുമാറാൻ പറ്റിയത്. അദ്ദേഹത്തിന് അങ്ങനെയാണ്.
അപ്പോൾ സാറ് പറഞ്ഞ ഈ നൈതികതയുടെ പ്രശ്നം അത് ശരിയാണ്, നൈതികമായി അത് ശരിയാണ്. പക്ഷെ ആ നൈതികതയുടെ ഒരു പ്രശ്നമുള്ളത് ഈ ജെന്റിൽമാൻ റിലേഷൻഷിപ്പ് എന്ന് പറയും. നമ്മുടെ നൈതികതയെ മുതലെടുത്തിട്ട് നമ്മുടെ നെഞ്ചത്ത് തന്നെ കയറാൻ വരുന്നവനെ കുറച്ച് ജാഗ്രത ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ജാഗ്രത ആവശ്യമാണ്. അവിടെയാണ് അതിനും ഇന്ത്യ മാതൃകയാണ്. ഇപ്പൊ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ഇരുന്നു. അതേ സമയത്ത് എവിടെയാണോ നമ്മൾ പ്രതിരോധിക്കേണ്ട സംഗതി, നമ്മൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കണം. നല്ല റോബസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ രോഗത്തിനെ തടഞ്ഞു നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അനുനിമിഷം എപ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി ഇപ്പോൾ നാട്ടിലുള്ള എയ്ഡ്സ് എന്ന് പറയുന്നത്, പ്രതിരോധ ശേഷി പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. ആ ജാഗ്രത വേണം. ആ ജാഗ്രതയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മുത്താഖി നമ്മളുടെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ അയാളുടെ ക്യാരക്ടറിൻ്റെ, അയാളുടെ ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ താലിബാന്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വനിതാ റിപ്പോർട്ടർമാർക്ക് അനുമതി കൊടുത്തില്ല. മറിച്ച് അയാൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഡൽഹിയിൽ പത്രസമ്മേളനത്തിന് വനിതാ റിപ്പോർട്ടർമാരെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി. അവിടെ മാറ്റമാണ് കാണുന്നത്. താലിബാനിൽ വന്ന ഗുണപരമായ ഒരു മാറ്റം, ഒരു പക്ഷേ താലിബാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഗുണപരമായ മാറ്റമാണ് ഈ വനിതാ റിപ്പോർട്ടർമാരെ മുത്താഖി അഭിസംബോധന ചെയ്തത്. അത് അവളിൽ വന്നൊരു പരിവർത്തനമാണ്. ഈ പരിവർത്തനത്തെ അഫ്ഗാനിലും ഇത് കാണുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ക്ഷേത്രം പണിയാൻ പോകും ഇന്ത്യ ഗവൺമെന്റ് ചെലവിൽ. അവിടെ ബാമിയൻ, ലോകത്തിലെ ഏറ്റവും വലിയ ബാമിയൻ സ്റ്റാച്യു ഉണ്ടായിരുന്നത് ബുദ്ധപ്രതിമ അടിച്ചു പൊളിച്ചിരുന്നു. ഈ അടിച്ചു പൊളിച്ച താലിബാനാണ് ഇന്നിപ്പോൾ അവിടെ നമ്മൾ പണിയുകയാണെങ്കിലും അവിടെ അതിന് അനുമതി കൊടുക്കുന്നത്. ഇത് അവരുണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണോ അല്ലയോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ അതിൽ ചേർത്ത് കാണുന്ന ഒരു സംഗതി കൂടി പറയട്ടെ സാർ. നമ്മൾ CAB വന്നല്ലോ. CABയിൽ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ അഭയം കൊടുത്തുകൂടാത്ത കൂട്ടരായിട്ട് അഫ്ഗാൻ മുസ്ലിങ്ങളുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിൽ നിന്ന് വന്നാൽ അഭയം കൊടുക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ഹിന്ദുവും സിഖുകാരനും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ടാവും. അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവിടെ തന്നെ നമ്മൾ ക്ഷേത്രം വെച്ച് കൊടുക്കുന്നത്, അതാണ് ഏറ്റവും പ്രാക്ടിക്കലായ മാർഗം എന്ന നമ്മുടെ ഒരു പുതിയ ബോധം കൂടിയല്ലേ അതിൻ്റെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അല്ലേ? അത് അവിടുന്ന് ഹിന്ദുക്കളെ ആട്ടി ഓടിച്ചിട്ട് നമ്മൾ അഭയം കൊടുക്കുന്നതിനേക്കാൾ, സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ചെലവിൽ തന്നെ അവിടുത്തെ ഹിന്ദുക്കൾക്ക്, ഭാരതീയമാണല്ലോ സംസ്കാരം, ലോകത്തിൽ എവിടെയും നമുക്ക് ദേവാലയം നിർമ്മിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ വരുമ്പോൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൽ ഒരു എവല്യൂഷൻ പോലെ നടക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും അങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ഈ പറഞ്ഞ ഇങ്ങനെയാണല്ലോ മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ ഒരിടത്ത് ഒതുങ്ങി, ഈ നദി പോലെയാണല്ലോ. ആ നദിയുടെ ഭംഗി എന്ന് പറയുന്നതിന്റെ ഒഴുക്കും ഈ പ്രതിസന്ധി വരുന്നിടത്താണല്ലോ ഈ നദി തിരിഞ്ഞും വളഞ്ഞൊക്കെ ഒഴുകുന്നത്. അതെ. നമ്മുടെ ഒരു ഘട്ടത്തിലെ ബോധ്യത്തെ നമ്മുടെ തന്നെ മറ്റൊരു ബോധ്യം കൊണ്ട് തിരുത്തുന്നത് തെറ്റല്ലല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. ഈ കൂട്ടത്തിൽ ഈ മഹാത്മാഗാന്ധിയുടെ ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനാ യോഗത്തിന് ശേഷം ആർക്കും എന്ത് സംശയം ചോദിക്കാം. അപ്പോൾ ഇൻ്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചു, അച്ഛൻ്റെ അവിടെ കുടുംബത്തിൻ്റെ കൂടെ വന്നപ്പോൾ ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു. സമയക്കുറവാണ് ഞാൻ ആ ചോദ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി ഗാന്ധി ഉത്തരം പറഞ്ഞു, മോളെ എന്നൊക്കെ വിളിച്ച് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല അപ്പൂപ്പ, ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇതേ ചോദ്യം അപ്പൂപ്പനോട് ചോദിച്ചാണല്ലോ, അപ്പോൾ അന്ന് മറിച്ചാണല്ലോ ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഗാന്ധി ചിരിച്ചുകൊണ്ട് ആ കുട്ടിയെ തടവിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ, ഈ അപ്പൂപ്പൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്ന് കരുത്. അത്രേ ഉള്ളൂ സംഗതി, അല്ലേ? വളരെ കൃത്യമല്ലേ അത്? ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ് പോയൊരു കുഴിയിൽ അവിടെ തന്നെ കിടക്കണം എന്നല്ലോ. അതിന്റെ പുറത്തുള്ള ആകാശം കാണുമ്പോൾ പതുക്കെ മുന്നോട്ട് നടക്കല്ലേ വേണം. അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുമ്പിൽ പാകിസ്ഥാന്റെ ഭീഷണി മാത്രമല്ല, അതിന്റെ പിന്നിൽ അമേരിക്കയുണ്ട്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ താലിബാന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു കൈ കൊടുത്താൽ, ഒരു ചെറുവിരൽ കൊടുത്താൽ അവർ വലിയ വില കൽപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ ചുടലക്കളമാക്കി പോയ രാജ്യമാണ് ഈ പാകിസ്ഥാൻ, ഈ അമേരിക്ക. ഒരു ആ ചുടലക്കളത്തിലാണ് നമ്മൾ നട്ട് നനച്ച് വെള്ളം നനച്ച് കൃഷി ചെയ്യാൻ അവസരം കൊടുക്കുന്നത്. അവിടെയാണ് പട്ടിണി മാറ്റാൻ അവസരം കൊടുക്കുന്നത്. അവിടെയാണ് കാബൂളിലെ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള ഉദാരമായ മനസ്സ് നമ്മൾ കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജിക്കൊക്കെ അപ്പുറത്ത് ഒരു ആജീവനാന്ത ആത്മബന്ധമായിട്ടൊരു പക്ഷേ താലിബാൻ മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഭാഗമായിരുന്നല്ലോ സർ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹോദര രാജ്യം. സാംസ്കാരികമായിട്ട് നമുക്ക് വളരെ നമ്മളിപ്പോൾ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ
ഇന്നത്തെ കണക്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ്. അതെ അതെ. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ പൊരുതിയ അതിർത്തി ഗാന്ധി പിന്നെ ഭാഷാപരമായി വലിയ സാമ്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ ഈ ഈ ഈ ഇൻഡോ അഫ്ഗാൻ പുതിയ ഇൻഡോ താലിബാൻ റിലേഷൻ്റെ അകത്തളങ്ങളിലൂടെ നമ്മുടെ ചിന്ത വായിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഉണരുന്ന സന്ദേഹങ്ങളാണ് നമ്മൾ പങ്കിടുന്നത്. അതേസമയത്ത് ഇന്ത്യയുടെ സ്വാധീനം താലിബാനിൽ ഫലിക്കുന്നു എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് സ്വാധീനിച്ചു. അത് വലിയ സംഗതിയാണ് സാർ. ദുരിതം വരുമ്പോൾ അവൻ്റെ കൂടെ നിന്നുകൊണ്ടല്ലാതെ, അതെ, എൻ്റെ സങ്കടത്തിൽ സാറ് വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സാറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിനെ മനസ്സിലാക്കാൻ, ഭാരതീയത എന്താണ് എന്ന് മനസ്സിലാക്കാൻ അഫ്ഗാനിലെ ഈ കൊടിയ തീവ്രവാദികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അവസരം കൂടിയാണ്. അതിന്റെ മാറ്റം കൂടി കാണാനുണ്ട് എന്നാണ് കരുതുന്നത്. ഡാം പണിയുന്നു, അടുത്ത സ്റ്റേജ് ഡെവലപ്മെന്റ്. സൽമാ ഡാം കൊണ്ട് 25,000 ഹെക്ടറിൽ കൃഷി ചെയ്യാൻ പറ്റും അത്രേ. അത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര മനുഷ്യരുടെ ജീവനാണ്, എത്ര മനുഷ്യർക്കാണ് അന്നം കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ലതിനായിരിക്കുമെന്ന് വേണം കരുതാനില്ല. തീർച്ചയായിട്ടും ഇതുവരെ സംഭവിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് കാണുന്നത്. കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മുത്താഖി ഇവിടെ വന്ന് പോകുന്നതിന് മുമ്പ് വനിതാ റിപ്പോർട്ടർമാരെ വിളിച്ച് മീറ്റ് ചെയ്യുമെന്നുള്ള സംഗതി. അതെ, തീർച്ചയായിട്ടും. ഞാൻ വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ഹിന്ദുവോ സിഖുകാരനോ അട്ടിയോടിക്കപ്പെട്ട് ഭരണകൂടത്തിൻ്റെ പീഡനങ്ങൾക്കിരയായി അട്ടിയോടിക്കപ്പെട്ട് വന്നാൽ അവർക്ക് അഭയം കൊടുക്കാൻ നമ്മൾ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകാവസാനം വരെ ഒരു പക്ഷേ ഇനി അങ്ങനെ ഒരാൾ വന്നു എന്ന് വരില്ല, വരാൻ ഇടയാക്കില്ല ഗവൺമെന്റ് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. സംസ്കാരം എപ്പോഴും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നതാണോ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയോടെ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ നടപടിയെ കുറെ കൂടി ദീർഘദൃഷ്ടിയോടെ കാണാനും പ്രതീക്ഷയോടെ കാണാനും ഇന്ത്യക്കാർക്ക് കഴിയട്ടെ, അത് മനസ്സിലാക്കാൻ. ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ വിമർശനം തോന്നുന്നവർക്ക് കൂടി അത് അംഗീകരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.